വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്നൊരു 10 മിനിറ്റിനുള്ളിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇത് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് മോൾഡോ കേക്കോ ഒന്നും വേണ്ട. ഞാൻ ഇന്നിവിടെ മാംഗോ ഫ്ലേവറുള്ള കേക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു 2 കോരി ഷുഗർ സിറപ്പ് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/4 കപ്പോളം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് 2 കോരിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ട് ഇത്. ഇനി ബാക്കിയുള്ള ഷുഗർ സിറപ്പിലേക്ക് ഞാൻ 2 കപ്പ് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ മാങ്ങ ഇഷ്ടമില്ല അല്ലെങ്കിൽ മാങ്ങ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് ഫ്രൂട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി സ്ട്രോബെറി വേണമെന്നുണ്ടെങ്കിൽ സ്ട്രോബെറി ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ആണെങ്കിൽ ചോക്ലേറ്റ്, പൈനാപ്പിൾ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിത് വേവിക്കണ്ട, ഒന്നൊന്ന് ബോയിൽ ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിന് ഞാനിപ്പോൾ 2 ബൗളിലേക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു ബൗളിലുള്ള മാങ്ങനെ നമുക്കൊന്ന് അരച്ചിട്ട് പ്യൂരി ആക്കി എടുക്കാം. ഞാൻ മിക്സിയിലാണ് ഇത് അരച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചൂട് തണയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം 300 ml ക്രീമുണ്ട്. ഫ്രഷ് വിപ്പിംഗ് ക്രീമാണ്. ഞാൻ മുന്നേ ഉള്ള വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ മാക്ടോപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സ്റ്റിഫ് പീക്സ് നിങ്ങൾക്ക് കിട്ടും. ഹൈ ഫാറ്റ് കണ്ടൻ്റ് ഉള്ള ക്രീമാണ്. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ നന്നായിട്ട് വിപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാംഗോയുടെ പ്യൂരി ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ക്രീമും ഫില്ലിംഗ് ഒക്കെ റെഡിയായി. ഇനി നമുക്ക് ബേസ് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കേക്ക് ഉപയോഗിക്കുന്നില്ല, പകരം ഞാൻ ബ്രെഡാണ് ഉപയോഗിക്കുന്നത്. മിൽക്ക് ബ്രെഡാണ്. നമുക്ക് ഇതുപോലെ 3 സ്ലൈസ് വേണം. അതിൽ ഒരു സ്ലൈസ് സ്ക്വയറായിട്ടും ബാക്കി 2 സ്ലൈസ് ഇതുപോലെ ഒരു മൂടി വെച്ചോ ഒരു കട്ടർ വെച്ചിട്ടോ നിങ്ങൾക്ക് സെമി സർക്കിളായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇതാക്കണ്ട, ഇതുപോലെ മൂടി വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെമി സർക്കിൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ലെയറിന് വേണ്ടിയിട്ട് നമ്മൾ 3 ബ്രെഡ് പീസാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ കേക്ക് ബോർഡിൻ്റെ മേലെ കുറച്ച് ക്രീം തേച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ മാംഗോ കൂട്ടിയിട്ട് അടിച്ച വിപ്പിംഗ് ക്രീമില്ല, അതുതന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ സ്ക്വയർ പീസ് ബ്രെഡ് ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് നടുഭാഗത്തായിട്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള 2 സെമി സർക്കിളല്ലേ, അത് ഇതുപോലെ ജോയിൻ ചെയ്ത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഹാർട്ട് ഷേപ്പിലായി. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് കൊണ്ട് ഈ ബ്രെഡ് പീസിന് ഒന്ന് സോക്ക് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് നേരത്തെ നമ്മൾ കുക്ക് ചെയ്തതിന് കുറച്ച് മാങ്ങയുടെ കഷ്ണങ്ങളിട്ടുണ്ടായിരുന്ന ഷുഗർ സിറപ്പ് മാറ്റി വെച്ചിട്ടില്ലേ, അത് ഒരു 2 ടേബിൾ സ്പൂണ് നമുക്ക് ഇതിൻ്റെ മേലെയായിട്ട് വെച്ച് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്തിട്ട് എല്ലാ ഭാഗത്തും നമുക്കാവുന്ന പോലെ ഇങ്ങനെ പരത്തി കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു സ്ക്വയർ ബ്രെഡ് പീസ് ഞാൻ വെക്കുന്നുണ്ട്. അതുപോലെ 2 സൈഡിലും ഓരോ സെമി സർക്കിൾ വെക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്യാം, ക്രീം തേച്ച് കൊടുക്കാം, അതിന് മുകളിലായിട്ട് വീണ്ടും മാംഗോയുടെ പൾപ്പ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്ട്രോബെറി ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം, അല്ല പൈനാപ്പിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഏകദേശം 3 ലെയറോളം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ബ്രെഡ് ഒന്ന് സോക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇത് മുഴുവനായിട്ട് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ആദ്യം ഞാൻ മുകൾ വശത്തായിട്ടാണ് ക്രീം തേക്കുന്നത്. നമ്മൾ ഈ ക്രീമിൽ മാംഗോ പ്യൂരി ചേർത്തതുകൊണ്ട് ക്രീമിന് നല്ല മാംഗോ ഫ്ലേവർ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലും ഇതുപോലെ ക്രീം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സ്മൂത്തൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സ്പാച്ചുലയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്പാച്ചുല ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരന്ന കത്തി ഉപയോഗിച്ച് ഇതുപോലെ ക്ലീനായിട്ട് ഹാർട്ട് ഷേപ്പിൽ ക്രീം അപ്ലൈ ചെയ്തെടുക്കാം. ഇനി ഞാൻ കുറച്ച് ക്രീം പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടുണ്ട്. സ്റ്റാർ നോസിലാണ് ഇട്ടിട്ടുള്ളത്. ഇതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഫ്ലവർ ഇതുപോലെ പൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ ഹാർട്ട് ഷേപ്പിൻ്റെ വശങ്ങളിലൂടെ ഇതുപോലെ ക്രീം കൊണ്ട് ഫ്ലവർ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ മുഴുവനായിട്ട് ഞാനിതുപോലെ ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കേക്ക് കാണാൻ നല്ല ഭംഗിയില്ലേ? ഇനി നമുക്ക് വശങ്ങളിൽ കൂടെയും ഇതുപോലെ ഒരു സിമ്പിളായിട്ട് ഒരു പൈപ്പിംഗ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഡെക്കറേറ്റ് ചെയ്തതിൻ്റെ നടുവിലായിട്ട് ഞാൻ മാങ്ങ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് വെക്കുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ഷുഗർ സിറപ്പ് ഒന്നൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ്.
അങ്ങനെ നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കേക്കാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും വേണം. കേക്ക് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്